ജീവിതം ധന്യമായി തീർന്നിടും. അപ്പം ഇങ്ങനെ ഓരോ 3 മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമറൊപ്പം കൊച്ചിനൊപ്പം വലുതാകുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന് ടിൻറ്റുവിൻ്റെ. അപ്പോൾ ഒരു 6-ാം മാസം ആയപ്പോഴും ഡോക്ടർ പറയും ഇത് കുട്ടി മരിക്കും, നിനക്കും അപകടമാണ്, അബോർഷൻ ചെയ്ത് കളയണം. പക്ഷെ കളയത്തില്ല ഇവർ. കാര്യം ടിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ്. ഇത് നമുക്ക് കർത്താവ് തന്ന എൽഇഡി എന്ന് ചോദിക്കും. ഒക്കെ ബോധമാണ്, അതാണ് ബോധം. ഒരു ഉടമ്പടി, ഒരു ബോധമാണ്. അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചടിയില്ലേ, അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ. അപ്പോൾ ഭർത്താവ് പറയും ഇത് നമുക്ക് കർത്താവ് തന്നതല്ലേടി, കർത്താവാണ് തീരുമാനിക്കണം, നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനെയും അതിൻ്റെ ഭിത്തിക്ക് അങ്ങോട്ട് വിടും. ഇവൾ ഈ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ രാത്രി ഉറക്കം വരത്തില്ല. ഇവർക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അവൾ പറയും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന്. കർത്താവ് അപ്പോൾ എന്നെ കർത്താവ് ബലപ്പെടുത്തും. ഈ കാലങ്ങളിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും. കാര്യം ചവർ പോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവുമാണേ. അപ്പോൾ അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. ഈ ഭൂമിക്ക് താഴെ അല്ല ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത്. അത് ഓരോ വിഷയങ്ങളെയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റിൽ തേച്ച് കുരിച്ചിടും. കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഉടമ്പടി തൈലം, ഉപ്പ്, പിന്നെ എന്താണ്, കാശുരൂപം. അപ്പം കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്, അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവതിരുസന്നിധി പറയാണ് ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ്, എൻ്റെ മകൾ അവിടെയാണ്, അവൾക്ക് വേറെ ആരുമില്ല, എനിക്കും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നീ ഉടമ്പടി ഉടപ്പിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ്. ഇപ്പം മോസസിനോട് പറഞ്ഞില്ലേ, നീ ഫറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോസസിന് പേടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാവ്, ചക്രവർത്തിയാണ്. ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല, സ്വാധീനമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, ട്രെയിൻ ചെയ്ത പട്ടാളക്കാരില്ല, പണമില്ല, ഒന്നുമില്ല. ഇവൻ ഒറ്റക്കാണ്. അപ്പോൾ മോസസ് പറയും ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനെങ്ങനെയാണ് ചക്രവർത്തിയോട് സർവ്വസൈന്യാധിപനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും നിൻ്റെ കയ്യിലിരിക്കണത് എന്താണെന്ന് ചോദിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 4:2 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 4:2 കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിലുണ്ട്? ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട് അല്ലേ. എല്ലാം പലപ്രാവശ്യം വെഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിന്മേൽ തൊട്ടാൽ ശരിയാകത്തില്ല. ഉടമ്പടിയിൽ ബലവത്താട് നിൽക്കണം. പറ പച്ചോളൂ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു ഒരു വടിയാണ്. അപ്പം നമുക്ക് തോന്നുമ്പോൾ ഒരു കാശുരൂപമാണ്, ഇത്തിരി ഉപ്പാണ്, ഇത്തിരി ഒലിവ് എണ്ണയാണെന്ന് നമുക്ക് തോന്നും, അതായിരിക്കും. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി, അതല്ലാതായി മാറും. അത് വായിച്ചോളൂ. അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക. അത് നിലത്തിടുക. നമ്മൾ ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ. ഞാൻ എല്ലാവരോടും പറയും ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ, സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ, വീട് വിൽക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നിലത്തിടാൻ പറയും, എല്ലാ അതിരുകളിലും ഇടാൻ പറയും. എങ്ങനെ ഇടാൻ പറയും? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിടാൻ പറയും. പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. അല്ല ചുമ്മാ സിനിമാ പാട്ടും പാടി ഇടാൻ പറഞ്ഞ സാധനമാണോ ഇത്? ബുദ്ധിമുതമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെള്ളുപൊടി ഇടണ പോലെ ഇടുന്ന സാധനമാണോ ഇത്? അല്ല. ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന്. വിശ്വാസ പ്രമാണവും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്.
നിങ്ങൾ പോക്രിയായിട്ട് ജീവിച്ചിട്ട് തോന്നിവാസം ജീവിച്ചിട്ട് വിശ്വപ്രമാണം ചിലപ്പോൾ ആക്ടിവേറ്റ് ആകത്തില്ല. അതാണ് വിഷയം. കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോൾ ഒറ്റ ഉത്തരവേ പറയാൻ പാടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ അബോർഷൻ ചെയ്യുന്നു. പോരെ, പണിയായില്ലേ? നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദക്ക് ഉത്തരം പറയണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയണം. ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മോതക്കെട്ട് കിട്ടും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു, അത് നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വടിവിട്ടേക്കാൻ പറഞ്ഞു. അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് പാക ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുത്ത് വെള്ളത്തിട്ട് കൊണ്ട് നിൽക്കണം. പാക ഉടമ്പടി ചെയ്യണം. അപ്പോൾ മാനേജർ എഴുതിയിട്ടുണ്ട് പാക ഉടമ്പടി ചെയ്യണം. മാനേജർ ചോദിക്കത്തില്ലല്ല. ഈ പാക ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു അവളോട് കാര്യം ചോദിക്കാൻ പറഞ്ഞ്. വേറെ ആരുമില്ല, അവരോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ലല്ലോ. ഗ്രീൻ കേസാണെങ്കിൽ സംസാരിക്കത്തില്ല, റെഡ് കേസാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ ചോദിച്ചു പാക ഉടമ്പടി ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ഭാഗം ഉടമ്പടി ചെയ്യണം. അപ്പോൾ നീ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. ആ കൊള്ളിയായി എന്ന് പോകുന്നു. കെട്ടിയ കാലത്ത് പോകുന്നതാണ്. കെട്ടിയ കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പ ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിലും അവളുടെ താല്പര്യക്കുറവാ, ചിലപ്പോൾ ഈ മദ്യപാനിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ? കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെൻറ് ഇതൊക്കെ അടച്ചുപൂട്ടത്തില്ലേ? അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെൻറ് തന്നെ അതിൻ്റെ സ്പോൺസറായി മാറുമ്പോഴേ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും. അത് ഗവൺമെൻറ് സ്പോൺസേർഡുമായിരിക്കും ചിലപ്പോൾ സമയത്ത്. പക്ഷേ നമ്മളല്ല അത് ജീവിക്കേണ്ടത്. എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓടിപ്പോകുന്നത് അന്ന് ഓടിപ്പോകുന്നതാണ്. ഞാൻ മക്കളുണ്ടായില്ലെന്ന് തിരക്കിയില്ല. കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ മേലെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം. അതാണ് പ്രശ്നം. അതിനകത്ത് മാനുഷികമായിട്ട് പോലും നീതിയില്ല. കഴുത്തല്ലൊരു താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത്. ഇത് വിദ്യാർത്ഥിയുടെ കോടതിയായി ചിലപ്പോൾ കോടതി പോയത് രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിനും ഇന്ന് രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? ഭാര്യ എന്ന ഉത്തരവാദിത്തം, അമ്മയെന്നുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ല. അപ്പോൾ നിൻ്റെ ദൈവിക അവകാശമില്ല. പിന്നെ എന്തിന് ഭാഗമായിട്ട് പിടിച്ച് ചെയ്തു തരാനാണ്? ഈ കേസ് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവളോട് മാത്രം ചോദിച്ചിരിക്കണത്? കാര്യം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി അൾത്താരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പ്രശ്നമൊക്കെ ഉണ്ടാവും. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയാളുടെ സ്വത്ത് മാത്രം മതി. അതാണ് വിഷയം. അവിടെ സ്വത്ത് മാത്രം മതി. അപ്പോൾ അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കുന്നതാണ്. നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ആയപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ്. അത് ഒത്തിരി പെണ്ണുങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇപ്പം എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല, അപ്പനെയും അമ്മയും അവർക്ക് നോക്കണ്ട. അതേസമയം തന്നെ അവർ പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും. ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല. ഇപ്പം ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികൾ കണ്ടില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യും, മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത് അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും. അപ്പൻ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും, കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും. ഇനി അവനൊരു കാലത്ത് ഗതികെട്ട് കിട്ടാതെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും?
കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ്, പെമ്മക്കൾക്ക് എല്ലാം അവകാശം. കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ്, കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം. അവരെന്താ, അവൻ ഞൊട്ടൻ്റെ വരും മിക്കവാറും. ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക ഇല്ല. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ, മക്കളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ നീണ്ടു പോകും. അങ്ങനെ പല ആൾക്കാർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദൈവതിരുസന്നിധിയിലും മനുഷ്യൻ്റെ തിരുസന്നിധിയിലും അവരവരുടെ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട, പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാത്തിനെയും വെറുത്തുപേക്ഷിച്ച് കറക്റ്റ് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണത്തോടെ അലിവുത്തോടെ പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണത്തോടെ അലിവുത്തോ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ മിന്റുവിന്റെ പ്രസംഗം ഉണ്ടാ. മിന്റു ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം, ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല. വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തു ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കുന്നത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി, എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. അഭിഷേക തൈലം അല്ലെങ്കിൽ വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുന്ന മുമ്പ് ദൈവം ചോദിക്കണ ചോദ്യമാണ്, എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം.
ഇപ്പം മിൻറ്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഈട ഇപ്പം മിൻറ്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പോൾ മിൻറ്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം, കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോർട്ട് ഷാൽ പിയേഴ്സ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെ കുറിച്ച് പറഞ്ഞു, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം, അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻ്റായിട്ടാണ് എടുക്കണത്. പേയ്മെൻ്റായിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും. ചില കത്തിക്കും, ചില കുഴിച്ചിടും, അത്രേ ഉള്ളൂ. പക്ഷെ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കുവാൻ, എന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിഹിതമായി നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, നിറക്കണമേ. ഹല്ലേലൂയ, ആരാധനയിലൂടെ നമ്മുടെ ദൈവിക പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിരുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലരുടെ ഉടമ്പടിക്ക് വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഉടമ്പടിയുടെ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. ഇവർ പലരോടും ചോദിക്കും. അപ്പം ചിലർ പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും. ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ചൂടും, നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കും, ദൈവമേ എപ്പോൾ പോകാൻ പറ്റും, ഭർത്താവ് വീട്ടിൽ വരണമെങ്കിൽ എത്ര, അല്ലെങ്കിൽ അയാളെ കാരണം അടിച്ച് പോക്കുമെന്ന് പറയാം. അതാണ് പലരുടെയും പ്രശ്നം. അതാണല്ലോ, കള്ളവണ്ടി കയറി പോന്നിരിക്കണേ. കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല, അപ്പോൾ വീട്ടിൽ പറയാൻ പോകണത്. വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടി കയറി എന്നെ പോലെ. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവിടെ കാലുറക്കത്തില്ല. കൊച്ചേ ഇപ്പത്തി രൂപ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉടമ്പടി അബോർഷനായി പോകും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ? നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്.
അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല. ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണം, ഉടമ്പടി എഴുതാൽ മതിയാ. ഇപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷനും ഇല്ല, പ്രധാനമന്ത്രിയാകാം, MP ആകണം, കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളോട്. ഇത് കുറച്ച് കച്ചും കൈയുണ്ട് ഇതിനകത്ത്. അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കിരുന്നു. എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി. എന്താ കാര്യം? ഞാൻ സിൽവർ ഉടമ്പടിയിൽ എത്തിയിരിക്കണമെന്ന്. അമ്മയുടെ കളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണെന്ന്. അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഭയമുണ്ടായെന്ന്. സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത്? ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ, ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ. അതാണ് സംഭവം, അതാണ് ഉടമ്പടി എന്ന് പറയണത്. എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നിയെന്നാണ്. കാര്യം അമ്മയുടെ കളറാണ്. നിങ്ങൾക്കറിയാം, സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത്. അതിനുള്ളിൽ അവർ 3-4 വട്ടം സാക്ഷ്യം പറയാൻ കയറി. ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ 4 പ്രാവശ്യത്തെ തട്ടേ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത്. അതേസമയം തന്നെ ഇപ്പൊക്കെ ഭയമായി. എന്താ കാര്യം? ഞാൻ അമ്മയുടെ കളറിലെത്തി, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന്. അതെന്തൊരു തിരിച്ചറിവാണ്. അതാണ് ഭയം, ദൈവഭയം എന്ന് പറയണത്. ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗ്രേയിൽ എത്തേണ്ട കാര്യമില്ല. ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി. എന്നാൽ ഇടമ്പടി ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും. എന്താ കാര്യം? നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിൽ നീ ഉടമ്പടി പാലിക്കുന്ന മുമ്പതിന് ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷം ചൊരിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എന്തിനാ ആൾക്കാർ വെളുക്കോളവും വയ്യോളവും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത്? ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും. എന്തിലുറപ്പിക്കും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികളെ ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ. കാര്യം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമെങ്കിൽ അവർ തർജ്ജിമ ചെയ്യിക്കും. ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും. വന്നിട്ട് ഇവർക്കൊന്നും മനസ്സാവത്തില്ല. മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ. ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും. എന്നാലും ഞാൻ ഓർക്കുകയാണ് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ്. അങ്ങനെ മനസ്സിലാകാൻ ആയാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാകും അവർക്ക്. ഇപ്പം നമുക്ക് 16 ഭാഷ പത്രമുണ്ട്. ഏറ്റവും പുതിയ പത്രം ചെക്കോസ്ലോവാക്യയിലാണ്, ചെക്ക് ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കോസ്ലോവാക്യയിലേക്ക് ട്രാൻസ്ഫർ എടുക്കുകയാണ്. അതിനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും. ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാടാണ് ശരിക്കും. കൃപാസനത്തിൽ നടത്തുന്നതിനേക്കാൾ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ്. അയർലൻഡിൽ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത്. അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും, പക്ഷേ നമുക്കത് പാടാണ്. നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന
ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യ ചൊവ്വാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത്. അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ. പണ്ട് 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി അപ്ഡേഷൻസാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം. നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത്. അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോപ്പം നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും. ധ്യാനത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത്. അതാണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന്. ചുമ്മാ അപ്രത്യക്ഷമാകണേ, ആ പറയണ ഓൺലൈൻ ടൈമിന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താ അതറിയണം. ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ. ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു. അപ്പം അന്ന് ഞാൻ ബിഷപ്പ് എന്നെ വിളിച്ച്, രൂപതാ ബിഷപ്പ് 2 പേരും കൂടി എന്നെ വിളിച്ച് വാട്ട് ഇസ് ഹാപ്പനിങ് തരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല. വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുകയാണിത്. പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഡ ജപമാലയാണ്. 1000 മണി ജപമാലയുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് 2000 മുതലൂടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ രാത്രി ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ കാര്യങ്ങൾ? എന്താണ് ഒരു ക്രൈസിസാണ്. പക്ഷെ ഇത് ഞങ്ങൾ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കരുത്തെ പിടിക്കാൻ പോവില്ല. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ അടിത്തറ. അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാനൊരു വാക്ക് ഞാൻ പറയണമല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരെ ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് വില പോകത്തില്ല. ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഞാനെന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ്? മോസസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ്? പറവോയാണ്. പറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും. ദാവീദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത് ഉണ്ടാകും. മോസസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവയുണ്ടാകും. പക്ഷെ മോസസും ഏരിയയും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ മോസസ് പറഞ്ഞു, ഇതൊരു വടിയാണ്, അത് നിലത്തിടണം പറവോടെ മുമ്പിൽ. അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോൾ വടിയോടനെ പാമ്പായി മാറുമ്പോൾ മോസസിനെ ചാടി പിന്നോട്ട് മാറും. അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അടയാളം കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ